തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂസർ ഫീ കൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. വിവിധ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ മെയിന്റനൻസിനു വേണ്ടിയാണ് യൂസർ ഫീ കൂട്ടാനുള്ള നീക്കം നടക്കുന്നത്. ആശുപത്രി വികസന കമ്മിറ്റിയാണ് യൂസർ ഫീ കൂട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആശുപത്രി വികസന ഫണ്ടോ ബജറ്റ് വിഹിതമോ തികയാത്തതാണ് സാധാരണക്കാരുടെ മേൽ അധിക ഭാരം കെട്ടിവെക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം. റേഡിയോ ഡയഗ്നോസിസ്, ന്യൂറോളജി, നെഫ്രോളജി, യൂറോളജി, കാർഡിയോവാസ്കുലർ, കാർഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുടെ മെയിന്റനൻസിന് 3.5 കോടിയോളം രൂപ വേണം. ഈ തുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകാൻ കഴിയുന്നതല്ല. ആനുവൽ മെയിന്റനൻസ് യന്ത്രങ്ങൾക്ക് നടത്തേണ്ടതാണെങ്കിലും ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാലിക്കുന്നില്ല. ഇതിന് പിന്നാലെയാണ് യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി ആശുപത്രി വികസന സമിതി കുറുക്കുവഴി തേടുന്നത്. യൂസർ ഫീ കൂട്ടി ലഭിക്കുന്ന തുക ഇതിനായി വിനിയോഗിക്കാനാണ് HDSന്റെ നീക്കം. MRI, CT സ്കാൻ മെഷീനുകൾ അടക്കമുള്ളവയുടെ വാർഷിക അറ്റകുറ്റപ്പണിക്ക് കോടികൾ വേണ്ടിവരും. യൂസർ ഫീ ഈടാക്കുന്ന എല്ലാ മെഷീനുകൾക്കും കോംപ്രഹെൻസീവ് ആനുവൽ മെയിന്റനൻസ് കോസ്റ്റ് എന്ന പേരിൽ നിശ്ചിത തുക HDS അടക്കേണ്ടതാണ്. ഇത് കടുത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കുമെന്നാണ് ആശുപത്രി വികസന കമ്മിറ്റിയുടെ മറുപടി. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് യൂസർ ഫീ കൂട്ടാനുള്ള HDSന്റെ നീക്കം. നിലവിൽ 1000 രൂപ യൂസർ ഫീ നൽകുന്ന സ്ഥാനത്ത് നിന്ന് അതിന്റെ ഇരട്ടിയിലധികം ഈടാക്കാനാണ് ആലോചന. ജനം, തിരുവനന്തപുരം.